ഹലോ നമസ്കാരം. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്, അതായത് PMJAY. പാവപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ആർക്കെല്ലാമാണ് PMJAY ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്? അതുപോലെ PMJAY അതായത് ആയുഷ്മാൻ ഭാരത്, അതുപോലെ RSBY കാർഡും ഒന്നാണോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ A to Z ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് നിലവിൽ PMJAY കാർഡോ അതല്ലെങ്കിൽ RSBY കാർഡോ ഉണ്ടെങ്കിൽ യെസ് എന്നും, അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 2019 അവസാനമായി PMJAY കാർഡ് അതല്ലെങ്കിൽ RSBY കാർഡ് പുതുക്കുവാൻ വന്നിട്ടുള്ളത്. ഈ പദ്ധതി കേരളത്തിലും ലഭ്യമാണ്. 2011 സെൻസസ് പ്രകാരം അന്ന് അർഹതയുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നത്. BPL കുടുംബാംഗമാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പിറകിൽ PMJAY അതല്ലെങ്കിൽ RSBY, അതുമല്ലെങ്കിൽ KSP അല്ലെങ്കിൽ CHIS എന്നിങ്ങനെ സീലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ സീലുകൾ നിങ്ങളുടെ റേഷൻ കാർഡിന് പുറകുവശത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ PMJAY കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇത് 2019 പുതുക്കിയ ആളുകൾക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യമായി വന്ന സമയത്ത് അത് RSBY കാർഡായിരുന്നു. അതായത് ഒരു കുടുംബത്തിലെ 5 പേർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായിരുന്നു. പിന്നീട് അത് PMJAY എന്ന് പുനർനാമകരണം ചെയ്ത് ഒരു റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം ഇതിൻ്റെ അർഹത ലഭിക്കുന്ന രൂപത്തിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. 2019 അതല്ലെങ്കിൽ 2018 ഇത് പുതുക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് റേഷൻ കാർഡിൻ്റെ പുറകുവശത്ത് 2019 അതല്ലെങ്കിൽ 2018 ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ RSBY കാർഡിൻ്റെ പുറകുവശത്ത് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് അർഹതയാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പുറകുവശത്ത് സീലുകളൊന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിന് അർഹതയുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. വെബ്സൈറ്റ് മുഖേന ഏതൊരാൾക്കും സിമ്പിളായി ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനു മുൻപായി ഒരു കാര്യം കൂടി, പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ മുഴുവൻ പണവും നൽകുന്നില്ല. പകരം ഉദാഹരണമായി ഒരു പ്രസവത്തിൻ്റെ കേസാണെങ്കിൽ സാധാരണ പല ഹോസ്പിറ്റലുകളിലും 7,000 മുതൽ 10,000 രൂപ മാത്രമാണ് നൽകുന്നത്. അത് C-സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 15,000 മുതൽ 20,000 രൂപയും. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഫണ്ട് കറക്റ്റായി എത്താത്തത് കൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇനി നിങ്ങൾ PMJAY ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനും, അതുപോലെ അതിൻ്റെ കാർഡ് നമുക്ക് വെബ്സൈറ്റ് മുഖേന ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനും എങ്ങനെയെന്ന് നോക്കാം. താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാം നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസിലെത്താം. അവിടെ ആദ്യ ബോക്സിൽ തൊട്ടു മുൻപ് കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിന് താഴെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശേഷം വെരിഫൈ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ ഫോൺ നമ്പറിലേക്കൊരു OTP വരുന്നതാണ്. ആ OTP നിങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അടിച്ചതിന് ശേഷം ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസാണ് കാണുക. അതിൽ സ്കീം PMJAY എന്നും അതുപോലെ തൊട്ടടുത്തതിൽ നിങ്ങളുടെ സൈറ്റ് കേരള എന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന PMJAY എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ അത് കൃത്യമായി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ സെർച്ച് ചെയ്യാനുണ്ട് അതിൽ ആധാർ നമ്പർ നൽകിയാൽ ഏറ്റവും പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ആധാർ നമ്പർ നൽകിയതിന് ശേഷം ക്യാപ്ച കൂടി നൽകി നേരെ സെർച്ച് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും താഴെ സ്ക്രോൾ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ റേഷൻ കാർഡ് ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ഡീറ്റെയിൽസ് കാണും. തൊട്ടടുത്തുള്ള ഡൗൺലോഡ് കാർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 2 നമ്പറിലേക്കും OTP വരുന്നതാണ്. 2 നമ്പറും ഉദ്ദേശിച്ചത് നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത നമ്പറും അതുപോലെ നൽകിയിട്ടുള്ള നമ്പറും. 2 നമ്പറും സെയിം ആണെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് തന്നെ 2 OTP വരുന്നതാണ്. ആ OTP നൽകിയാൽ നിങ്ങളുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതുപോലെ നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 2019 പുതുക്കാത്ത ആളുകളാണെങ്കിൽ, അതായത് ആയുഷ്മാൻ ഭാരത് ഇതുവരെ പുതുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല.
ഇനി എന്നാണോ അടുത്ത പുതുതായി വരുന്നത് ആ സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ. നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ ഇതിൻ്റെ യാതൊരു രജിസ്ട്രേഷനും വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് പുതിയ കാർഡും ഇപ്പോൾ നിലവിൽ അതിൻ്റെ യാതൊരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നാണോ നിങ്ങൾ പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്നത് അന്ന് നമ്മുടെ ചാനൽ വഴി കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള സ്ത്രീകൾ, അതായത് അവർ പഴയ റേഷൻ കാർഡിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കാം, എന്നാൽ അതിൽ നിന്ന് വെട്ടി ഇതിലേക്ക് വരികയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ അവർ ആ റേഷൻ കാർഡിൽ നിന്ന് വെട്ടി വരാതിരിക്കുകയും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അതിൽ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായി വരുന്ന റേഷൻ കാർഡിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന് അർഹതയുണ്ട്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ A to Z ഇൻഫോ ഗൈഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.